ഒരു വിയോഗ വാർത്തയിലേക്കാണ്. പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പൻ അന്തരിച്ചു. കാർ അപകടത്തിൽ പരിക്കേറ്റ് മാസങ്ങളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. അഭിജിത്ത് ജയനുണ്ട് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, നമ്മുടെ ചാനലിൽ ഉൾപ്പെടെ പല വിഷയങ്ങളിലും നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണമൊക്കെ തേടിയിട്ടുള്ളതാണ്. ഒരു ജനപക്ഷ പോരാട്ടങ്ങളുടെ ഒരു നായകനെ തന്നെയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. എപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം? നീത സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തിപരമായി നമുക്കും മാധ്യമ മേഖലയിലുള്ളവർക്കും പൊതു സാംസ്കാരിക മേഖലയിലുള്ളവർക്കും ഒക്കെ തന്നെയും അദ്ദേഹത്തിന്റെ വിയോഗം തീരാ നഷ്ടം തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം അപകടത്തിൽപ്പെട്ട് പാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെയോടുകൂടിയാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടോളമായി സാധാരണക്കാരുടെയും ഉപഭോക്താക്കളുടെയും അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയിരുന്ന അദ്ദേഹം സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷന്റെ ട്രസ്റ്റി കൂടിയായിരുന്നു. പാലയിലെ പ്രശസ്തമായിട്ടുള്ള കാപ്പിൽ കുടുംബാംഗമാണ്. കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിലൂടെയാണ് അദ്ദേഹം പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. KMCM-ന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി അദ്ദേഹം പൊതുരംഗത്ത് ഉണ്ടായിരുന്നു, വിദ്യാർത്ഥി രംഗത്തുണ്ടായിരുന്നു. പിന്നീട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലും ഒപ്പം തന്നെ ബാലകൃഷ്ണപിള്ള വിഭാഗത്തിലും പ്രവർത്തിക്കുകയും ചെയ്തു. പിന്നീട് പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകുന്നതാണ് നമ്മൾ കണ്ടത്. ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ, ഒപ്പം KSEB ഉപഭോക്തൃ അസോസിയേഷൻ എന്നിവയ്ക്ക് നേതൃത്വം നൽകുന്ന കാഴ്ച പിന്നീട് നമ്മൾ കണ്ടു. 6 മാസം മുൻപ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് തന്റെ ഫ്ളാറ്റിന്റെ പാർക്കിംഗ് ഏരിയയിൽ വാഹനാപകടത്തെ തുടർന്ന് പിന്നീട് ചികിത്സയിൽ കഴിയുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഫ്ളാറ്റിലെ പാർക്കിങ്ങിൽ നിന്ന് കാർ പുറത്തേക്ക് എടുക്കുന്നതിനിടെയുണ്ടായിട്ടുള്ള യന്ത്ര തകരാർ മൂലം വാഹനം അതിവേഗം മുന്നോട്ട് നീങ്ങി മതിലിടിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടാവുകയും ചെയ്തത്. സ്റ്റിയറിംഗിനും സീറ്റിനുമിടയിൽ ഞെരുങ്ങിപ്പോയ അദ്ദേഹത്തിന് ആ അപകടത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 3 മാസക്കാലത്തോളമായി പാലയിലെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. നീത സൂചിപ്പിച്ചതുപോലെ തന്നെ ജനപക്ഷ നായകനെ കൂടിയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. വിവിധ പൊതു വിഷയങ്ങളിൽ കൃത്യമായി അഭിപ്രായം രേഖപ്പെടുത്തുകയും അതോടൊപ്പം എന്നും ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം തുടർന്ന പോരാട്ടം അത് ചരിത്ര താളുകളിൽ അടയാളപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വ്യക്തിപരമായി നമുക്കാണെങ്കിൽ പോലും വലിയ നഷ്ടം തന്നെയാണ്. കാരണം ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ ഇഴകീറിയ ആ വിഷയത്തിന്റെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് കൃത്യമായി പറഞ്ഞു നൽകിയിരുന്ന ഒരു മുതിർന്ന ഒരാളിനെ കൂടിയാണ് നഷ്ടമാകുന്നത്. അതോടൊപ്പം നമ്മുടെ ഉൾപ്പെടെയുള്ള വിവിധ മാധ്യമ ചർച്ചകളുടെ നിരന്തര സാന്നിധ്യം കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിന്റെ വിയോഗം ഇപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വേദനിപ്പിക്കുന്ന വാർത്തയിലൂടെ നമ്മൾ ഈ മണിക്കൂർ കടന്നു പോവുകയാണ്. ഏതായാലും സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, അഭിജിത്ത് ജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. ചാനൽ ചർച്ചകളിലേക്ക് ഒരു സ്ഥിരം സാന്നിധ്യം തന്നെയായിരുന്നു അദ്ദേഹം. കാർ അപകടത്തെ തുടർന്ന് കുറച്ച് മാസങ്ങളായി തന്നെ ചികിത്സയിൽ തുടരുന്നതിനിടയിലാണ് അന്ത്യം സംഭവിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.